കോടതികളിലെ ഫീസ് വർദ്ധിപ്പിക്കാനുള്ള ബജറ്റ് നിർദ്ദേശത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. കുടുംബ കോടതികളിൽ വസ്തുസംബന്ധമായ കേസുകൾ നൽകുന്നതിനുള്ള ഫീസ് കൂട്ടുന്നത് നീതി തേടുന്ന സ്ത്രീകളെ കൂടുതൽ ദുരിതത്തിലാക്കുന്നതാണ്. കോടതി ഫീസുകൾ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് BJP ലീഗൽ സെൽ ആവശ്യപ്പെട്ടു. ജുഡീഷ്യൽ സിറ്റി നിർദ്ദേശത്തിന് പിന്നിലും ദുരുദ്ദേശം സംശയിക്കുന്നുവെന്നും ലീഗൽ സെൽ. സാധാരണക്കാരായ കക്ഷികൾക്ക് കേസ് ഫയൽ ചെയ്യുന്നതിൽ ഉയർന്ന സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നതാണ് സംസ്ഥാന ബജറ്റ് നിർദ്ദേശം. കോടതിയെ സമീപിക്കാനുള്ള സാധാരണക്കാരുടെ അവകാശത്തെ ഹനിക്കുന്നതാണ് ഫീസ് വർധന. ജുഡീഷ്യൽ സ്റ്റാമ്പിന്റെ നിരക്ക് വർധന ഹർജികൾ ഫയൽ ചെയ്യുന്നത് കുറക്കും. കേസ് കൊടുക്കാൻ കുടുംബ കോടതികളിൽ വരുന്ന സാധാരണക്കാർക്ക് വലിയ ബാധ്യതയും അവരുടെ കേസിനെ ഇല്ലാതാക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കേസ് നടത്തിപ്പിൽ പോലും ബാധിക്കുന്ന തരത്തിലാണ് സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. ജുഡീഷ്യൽ സിറ്റി നിർദ്ദേശത്തിന് പിന്നിലും ദുരുദ്ദേശം സംശയിക്കണം. നീതിന്യായ മേഖലയെയും സർക്കാർ വ്യവസായമാക്കുകയാണെന്ന് BJP ലീഗൽ സെൽ സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ് പറഞ്ഞു. അങ്ങനെ കോടതികൾ മാറ്റുമ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടത്തപ്പെട്ടിട്ടുണ്ടോ? കളമശ്ശേരി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വന്നു പോകാൻ അതിൽ എളുപ്പമുണ്ടോ എളുപ്പമില്ലയോ എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ആ ഒറ്റ സ്ഥലത്തേക്ക് മാറാൻ വേണ്ടി നടക്കുന്ന ശ്രമത്തിൻ്റെ പിന്നിലുള്ളത് ഒരു വലിയ കച്ചവടത്തിൻ്റെയും ലാൻഡ് മാഫിയയുടെയും പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് പറയപ്പെടുന്നത്. അത് ദൂരീകരിക്കാനുള്ള സംശയം ദൂരീകരിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ക്രിമിനൽ ഹർജിക്ക് ഫീസ് ഈടാക്കാനുള്ള നിർദ്ദേശം നിയമവിരുദ്ധമാണ്. വ്യക്തിഗത ചെക്കുകൾക്കുള്ള ഫീസ് നിർദ്ദേശവും ഒഴിവാക്കണം. പണമുള്ളവർക്ക് മാത്രം നിയമത്തിന്റെ ഗുണഫലങ്ങൾ ലഭിച്ചാൽ മതിയെന്നാണ് LDF സർക്കാർ നയമെന്നും അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, BJP എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു, അഡ്വക്കേറ്റ് സിനു ജിനാഥ് എന്നിവർ കുറ്റപ്പെടുത്തി. ലീഗൽ സെൽ സംസ്ഥാനത്തെ എല്ലാ കുടുംബ കോടതികൾ കേന്ദ്രീകരിച്ചും ഫെബ്രുവരി 14 മുതൽ 17 വരെ ഒപ്പുശേഖരണം നടത്തും. ജനം, കൊച്ചി.